സാൾട്ട് ആൻഡ് പേപ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റും ബിഫാം റാങ്ക് ലിസ്റ്റും ഫാർമസി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് ഏതാനും ദിവസങ്ങൾക്കകം വരാനും സാധ്യതയുണ്ട്. ഈ മൂന്നും കൂടി ഒരുമിച്ച് ഓപ്ഷൻ എൻട്രി തുടങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ഏതായാലും ഓപ്ഷൻ എൻട്രിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ, സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് തുടങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ എൻട്രി എന്ന് തുടങ്ങും, സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്ന് തുടങ്ങും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ആദ്യത്തെ പടിയാണ്, ആദ്യത്തെ സ്റ്റെപ്പാണ് ഓപ്ഷൻ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എൻട്രി എന്താണ്, എങ്ങനെയാണ് എന്നറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ചില ചോദ്യങ്ങളിൽ നിന്ന്, അതിൻ്റെ കമൻസുകളിൽ നിന്ന്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ കമൻസുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓപ്ഷൻ എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടണം, ഏത് കോഴ്സിന് കിട്ടണം എന്ന് നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ്, അതായത് നമ്മൾ മുൻഗണനാ ക്രമം അത് നൽകുന്നതിനെയാണ് ഓപ്ഷൻ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ റാങ്ക് അനുസരിച്ച് ഞാൻ എൻ്റെ ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റാങ്ക് അനുസരിച്ച് തന്നെ ചോയ്സ് ഫില്ല് ചെയ്യണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ 31,000 റാങ്ക് കിട്ടിയ ഒരു കുട്ടിക്ക് CET ആണ് ചോയ്സ്, ഫസ്റ്റ് ചോയ്സ് കമ്പ്യൂട്ടർ സയൻസ് CET ആണെങ്കിൽ കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അപ്പോൾ റാങ്ക് അനുസരിച്ച് തന്നെ കൊടുക്കണം എന്നത് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ചോയ്സ് ആദ്യം ഒരു പേപ്പറിൽ എഴുതി വെക്കാം. ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതിൽ ഒന്നാമത്തെ ചോയ്സ് എനിക്ക് കിട്ടിയാൽ ഞാൻ പോകും എന്ന് ആദ്യം ഫസ്റ്റ് എനിക്ക് കിട്ടേണ്ട കോളേജ് അത് ഏതാണോ അത് കൊടുക്കുക. ഇപ്പോൾ ചിലർക്ക് വീട്ടിൻ്റെ അടുത്തുള്ള കോളേജായിരിക്കും ആദ്യം തന്നെ കിട്ടേണ്ടത്. അത് കിട്ടിയാലേ ഞാൻ പോകും എന്നുള്ളതായിരിക്കാം. അല്ലാതെ വേറെ എവിടെ കിട്ടിയാലും ഞാൻ പോകുന്നില്ല എന്നാണെങ്കിൽ ആ കോളേജിലെ കോഴ്സ് കൊടുക്കാം. ചിലപ്പോൾ ആ കുട്ടിക്ക് റാങ്ക് ഈ ഒരു 100ന്റെ താഴെ ആയിരിക്കും, അതായത് ഒരു 90 റാങ്കുള്ള കുട്ടിക്ക് എന്തായാലും CETയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് അത്രയും ദൂരം പോകേണ്ട തോന്നുകയാണ്. അത് കാസർഗോഡുള്ള ഒരു കുട്ടിയാണ്, അത് ദൂരം പോകേണ്ട എന്ന് തോന്നുന്നു. ആ കുട്ടിക്ക് കാസർഗോഡുള്ള ഒരു കോളേജിലാണ് കിട്ടേണ്ടത് ആഗ്രഹമെങ്കിൽ ഫസ്റ്റ് കാസർഗോഡ് കോളേജ് കൊടുക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റിയാണ് നമ്മൾ ഓപ്ഷൻ എൻട്രിയിലൂടെ പറയുന്നത്. സിഇക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ പ്രയോറിറ്റി എന്താണെന്നുള്ളത്. ആ പ്രയോറിറ്റി ലിസ്റ്റാണ് നമ്മൾ ഓപ്ഷൻ എൻട്രി ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഓപ്ഷൻ എൻട്രി ലിസ്റ്റ് നമുക്ക് നമ്മുടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ എൻട്രി സൈറ്റ് ഓപ്പൺ ചെയ്യണം. സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ എൻട്രി എന്ന് പറയുന്ന ഒരു ടാബ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എല്ലാ കോളേജുകളും ലിസ്റ്റ് ചെയ്യും. അതായത് എത്ര കോളേജുകളിലേക്കാണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ കോളേജ് മുഴുവൻ അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ ഗവൺമെൻറ് കോളേജുകളുണ്ടാവും, സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ടാവും, അതേപോലെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ് കോളേജുകളുണ്ടാവും. എത്ര ഓപ്ഷൻസ് കൊടുക്കാം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഓപ്ഷൻസ് മുഴുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ഒരു ഓപ്ഷൻ വേണമെങ്കിൽ അത് മാത്രം കൊടുത്താലും മതി. മിനിമം ഒരു ഓപ്ഷൻ, അതായത് മിനിമം ഒരു ഓപ്ഷൻ എന്ന് പറയാൻ കാരണം നിങ്ങൾ ഇതിൻ്റെ കീമിൽ ഈ CE നടത്തുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഓപ്ഷൻ കൊടുക്കാം. മിനിമം ഒരു ഓപ്ഷൻ. മാക്സിമം എന്നുള്ളതിന് കണക്കില്ല. അതിൽ കാണുന്ന എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്ഷൻ എൻട്രിക്ക് ഒരു പെനാൽറ്റി ഉണ്ട് എന്നുള്ളത്. ഓപ്ഷൻ എൻട്രി പെനാൽറ്റി എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞ് അത് കിട്ടിയിട്ട് പോയിട്ടില്ല എങ്കിൽ പെനാൽറ്റി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും കൂടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കിട്ടിയാൽ പോകും എന്നുള്ള കോളേജുകളിലേക്ക് മാത്രം ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടേണ്ട ഓർഡറിൽ എനിക്ക് കിട്ടേണ്ട എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഏതാണോ അതാണ് ഒന്നാമത്തെ ഇതായിട്ട് കൊടുക്കേണ്ടത്, ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. ചിലർക്ക് കോളേജ് ആയിരിക്കും ചോയ്സ്. അതായത് ഒരു ഉദാഹരണത്തിന് CETയിലാണ് എനിക്ക് ആദ്യം കമ്പ്യൂട്ടർ സയൻസ് കിട്ടണം. അവിടെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ല എങ്കിൽ എനിക്ക് അതേ കോളേജിൽ തന്നെ EC കിട്ടണം. ആ ECയും കിട്ടിയിട്ടില്ല എങ്കിൽ എനിക്ക് അതേ കോളേജിൽ തന്നെ ട്രിപ്പിൾ കിട്ടണം. ഈ ട്രിപ്പിളിയും കിട്ടിയിട്ടില്ല എങ്കിൽ എനിക്ക് അതേ കോളേജിൽ തന്നെ സിവിൽ കിട്ടണം. ഇങ്ങനെയാണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ CS CET, രണ്ടാമത്തെ ഓപ്ഷൻ EC CET, മൂന്നാമത്തെ ഓപ്ഷൻ ട്രിപ്പിൾ CET, നാലാമത്തെ ഓപ്ഷൻ സിവിൽ CET. ഇത് കഴിഞ്ഞിട്ടാണ്
ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ 4 കോഴ്സ് അവിടെ കിട്ടിയിട്ടില്ല എങ്കിൽ, അതായത് ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ആ കോളേജിൽ കിട്ടിയിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത് ബാട്ടൺ ഹിൽ കോളേജിൽ CS ആയിട്ട് ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവൻ്റെ 5ാമത്തെ ചോയ്സ് ആയിട്ട് CS ബാട്ടൺ ഹില്ല്. ഇനി ബാട്ടൺ ഹില്ല് CS കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ എനിക്ക് തൃശ്ശൂർ CS ആണ് വേണ്ടത്. അപ്പോൾ CS തൃശ്ശൂർ. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കോളേജ് ചോയ്സ് വെച്ചോ അല്ലെങ്കിൽ കോഴ്സ് ചോയ്സ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ചിലർ ആദ്യം തന്നെ CSൻ്റെ ഓപ്ഷൻസ് മുഴുവൻ കൊടുക്കും. CETയിലെ CS, അത് കഴിഞ്ഞ് TKMലെ CS, അത് കഴിഞ്ഞ് തൃശ്ശൂർ TS, CS, അത് കഴിഞ്ഞ് കണ്ണൂർ CS, അത് കഴിഞ്ഞ് RIT CS, അങ്ങനെ CSൻ്റെ മാത്രം ഓപ്ഷൻസ് ആദ്യം കൊടുക്കും. അപ്പോൾ ഗവൺമെൻറ് കോളേജിലെല്ലാം CS ഓപ്ഷൻസ് കൊടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഗവൺമെൻറ് കോളേജിലെ EC കൊടുക്കുന്നു. അങ്ങനെ ചിലർക്ക് ചോയ്സ് ഉണ്ടാവും. ചിലർക്ക് CS എല്ലാം കൊടുത്തു, ഗവൺമെൻറ് കോളേജിലെ CS എല്ലാം കൊടുത്തു, പിന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിലെ CS എല്ലാം കൊടുത്തു, അത് കഴിഞ്ഞ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് CS എല്ലാം കൊടുത്തു. അങ്ങനെയും ചോയ്സ് ഉണ്ടാവാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇതിൽ ഈ പറയുന്ന നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 26ാമത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കരുതാം. 26ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് നിങ്ങളൊരു 950 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 950 അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് ഉണ്ടാവില്ല. അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുത്തതിന് താഴെ, നമുക്ക് കിട്ടുന്നതിന് താഴെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കോളേജ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. പിന്നെ ബാക്കി ഉണ്ടാകുന്ന അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നത് ഇപ്പം നമുക്ക് കിട്ടിയതിൻ്റെ തൊട്ട് മേലെയുള്ള ഓപ്ഷൻസ് മാത്രമേ പിന്നീട് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പ്രത്യേകം പറയുന്നത്, ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി എങ്ങനെയാണ് എന്നുള്ളത്. അത് കിട്ടിയില്ലെങ്കിൽ ഏത് കിട്ടണം, അത് കിട്ടിയില്ലെങ്കിൽ ഏത് കിട്ടണം എന്ന് ശരിക്കും നമ്മൾ കണക്ക് കൂട്ടി അതിങ്ങനെ ആ ഓർഡറിൽ തന്നെ എഴുതി വെച്ചിട്ട് വേണം ഓപ്ഷൻ കൊടുക്കാൻ. ഇല്ല എങ്കിൽ പണി കിട്ടുന്നുള്ള ഉറപ്പാണ്. അങ്ങനെ പണി കിട്ടിയതിൻ്റെ, ഒരു കുട്ടിക്ക് പണി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ കീം വീഡിയോസ് തന്നെ തുടങ്ങാൻ കാരണം. എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ നാട്ടുകാരിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ടാണ് കീം വീഡിയോസ് ഇതിലൂടെ ഇത്രയും കുട്ടികളെ ബോധവൽക്കരിക്കാൻ തന്നെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ ഏത് തന്നെ കിട്ടിയാലും അതിൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റായി പോകും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് എനിക്ക് അത് കിട്ടേണ്ടിയിരുന്നു, ഞാൻ ആ താഴെ കൊടുത്ത് എങ്ങനെയെങ്കിലും എനിക്ക് മേലെത്തിക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. ആ ഓപ്ഷൻ എൻട്രി പ്രോസസ്സിൽ പിന്നീട് സാധിക്കില്ല. പിന്നെ സാധിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ ആ കോളേജിലേക്ക് നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാം. പക്ഷെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല. ഇത്രയും ചാൻസ് ഉണ്ടായിട്ട് നമ്മളത് കളഞ്ഞു കൊടുത്തതിന് ശേഷം സ്പോട്ട് അലോട്ട്മെൻറ്റിൽ 1 or 2 സീറ്റിന് വേണ്ടി പോകുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഓപ്ഷൻ എൻട്രി നടത്തുമ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പലർക്കും വരുന്ന ഏറ്റവും വലിയ അബദ്ധം അത് തന്നെയാണ്. ഓപ്ഷൻ എൻട്രിയിലെ ഏറ്റവും വലിയ അബദ്ധം ഇതാണ്, അതിൻ്റെ താഴെയുള്ളത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് അറിയാതെ അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്ത് ഏതെങ്കിലും കിട്ടി, അതിൻ്റെ താഴെയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് അവിടെ ഉണ്ടായിരുന്നു, അത് പോയി എന്ന് പറയുന്ന നിരവധി കാൻഡിഡേറ്റ്സ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അങ്ങനെ കാൻഡിഡേറ്റ്സ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ഓപ്ഷൻ എൻട്രിയുടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ അതിൻ്റെ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 ചോദ്യങ്ങൾ ഞാൻ ആദ്യം അതിൻ്റെ മറുപടി അടുത്തൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ചാനൽ കൃത്യമായിട്ട് വീക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും 1 or 2 വീഡിയോ ഞാൻ ഈ ചാനലിലൂടെ ഇടുന്നുണ്ട്. കുട്ടികൾക്ക് അറിയാൻ, അതേപോലെ പാരൻസിനും ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് എത്തിച്ചു കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.